മിഥുൻ ചോദിച്ചത് 5 പേരോടാണ്. ഒരു ചേട്ടനും 4 ചേച്ചിമാരും. അങ്ങനെ ഈ 5 പേരും വളരെ കൃത്യമായി ആ ബസ് വളരെ നല്ല ഒരു സർവീസാണ്, മികച്ച രീതിയിലാണ് പോകുന്നത് എന്നുള്ള അഭിപ്രായമാണ് രേഖപ്പെടുത്തുന്നത്. 5 പേരാണെങ്കിൽ അതിൽ 100% റിപ്പോർട്ടും ബസ്സിന് അനുകൂലമാണ്. ഗതാഗത മന്ത്രി ഇത് കേൾക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. എങ്കിൽ പോലും ഞാനത് മിഥുനിലേക്ക് മടങ്ങിയെത്താം. ഞാൻ നേരെ കിഴക്കേക്കോട്ടയിൽ, അവിടെ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ ഐശ്വര്യ അനിൽ കൂടി ചേരുന്നുണ്ട്. ഐശ്വര്യയിലേക്ക് പോവുകയാണ്. ഐശ്വര്യ, ഈ കിഴക്കേക്കോട്ടയിലെ അവിടെ ഒരുപാട് പേർ ഈ ഇലക്ട്രിക് ബസ് കാത്തു നിൽക്കുന്നുണ്ടാകുമല്ലോ. അവരെ കാണാനുള്ള സാഹചര്യമുണ്ടെന്നും കരുതുന്നു. ഇപ്പോൾ മിഥുൻ ഒരു ഇലക്ട്രിക് ബസ്സിനുള്ളിൽ നിന്ന് സംസാരിച്ച ജനങ്ങൾ ഏവരും ഒറ്റ സ്വരത്തിൽ ഐകകണ്ഠേനയാണ് പറയുന്നത്, ഈ ബസ് നല്ല സർവീസാണ്, 10 രൂപയ്ക്ക് നിങ്ങൾക്ക് എവിടെയും പോകാം, അനായാസം ഓഫീസിലെത്താം, പാട്ട് കേൾക്കാം, പിന്നെ ഒപ്പം പൊല്യൂഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണത്. ഈ ഐശ്വര്യയ്ക്ക് അവിടെ കാണാൻ കഴിയുന്ന സാഹചര്യം എന്താണ്? ഇലക്ട്രിക് ബസ്സുകൾ നിർത്തുന്ന ഇവിടെ ഇലക്ട്രിക് ബസ്സുകൾ കാത്തു തന്നെ ഒരുപാട് പേർ നിൽക്കുന്നുണ്ടോ? സാധാരണ ബസ്സുകളെക്കാൾ കൂടുതൽ ആ ബസ്സിനെ ആശ്രയിക്കുന്നവരുണ്ടോ എന്നതാണ് ചോദ്യം. എന്തോ ഞാനിവിടെ വന്നിട്ട് ഏതാണ്ട് 45 മിനിറ്റ് ആകുന്നു. അതായത് ഈ ഈസ്റ്റ് ഫോർട്ട് ബസ് സ്റ്റാൻഡിന്റെ തൊട്ടപ്പുറത്തെ വശത്തും ഇപ്പുറത്തെ ഈസ്റ്റ് ഫോർട്ട് പഴവങ്ങാടി ക്ഷേത്രത്തിന് സമീപം വരെ ഞങ്ങൾ പരിശോധിച്ചതാണ്. ഈ ബസ്സുകളിലൊക്കെ നിറഞ്ഞ് ആളുകൾ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രാവിലെ മുതൽ തന്നെ ഓഫീസിൽ പോകുന്ന ആളുകളാകട്ടെ, സ്കൂളിൽ പോകുന്നവരാകട്ടെ, മറ്റാവശ്യങ്ങൾക്ക് പോകുന്നവരാകട്ടെ, എല്ലാവരും കൂടുതലായി ഇത്തരത്തിൽ ഇലക്ട്രിക് ബസ്സുകളെ ആശ്രയിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത്. ഈ ഇലക്ട്രിക് ബസ് നിർത്തലാക്കുന്നു എന്നൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതായത് ഇലക്ട്രിക് ബസ് ഇപ്പം നഷ്ടത്തിലാണ് എന്നൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ശ്രദ്ധിച്ചില്ല. ഈ 10 രൂപ നിരക്കിൽ ഒരു ബസ് ഉണ്ടല്ലോ, അത് എത്രത്തോളം ഉപകാരപ്രദമാണ് നിങ്ങൾക്കൊക്കെ? ഞങ്ങളുടെ കാലങ്ങളൊക്കെ കഴിഞ്ഞു മോളെ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെ പറ്റി അത് ഉപകാരപ്രദമാണോ ആ ബസ്? അതെ അതെ, എല്ലാവർക്കും അത് ഉപകാരമാണ്. കൂടുതലായിട്ട് നമ്മുടെ KSRTC വലിയ ബസ്സാണല്ലോ. ഇപ്പൊ ഈ ഇലക്ട്രിക് ബസ് ചെറിയ ബസ്സാണ്, എല്ലാ റൂട്ടിലൂടെയും പോകുന്ന ബസ്സാണ്. അപ്പൊ അതിനെ എങ്ങനെയാണ് നിങ്ങൾ സാധാരണക്കാർ ആശ്രയിക്കുന്നത്? എത്രത്തോളമാണ് അത് നമ്മൾ യാത്ര ചെയ്യുന്നത് ചുരുക്കമാണ്. അപ്പൊ ഈ ഉദ്യോഗാർത്ഥികൾക്കും പിള്ളേർ സ്കൂൾ കുട്ടികൾക്കും എല്ലാം അത് ഉപയോഗപ്രദമാണെന്നാണ് തോന്നുന്നത്. പക്ഷെ ഇപ്പൊ അത് നഷ്ടത്തിലായതുകൊണ്ട് ആ ബസ്സിന് വേണ്ട എന്നാണ് പറയുന്നത്. കൂടുതലായി ഇനി ആ ബസ് വേണ്ട എന്നാണ് മന്ത്രി പറയുന്നത്. അത് ആവശ്യമാണ്. കാരണം മറ്റുള്ളവർക്കും കൂടെ ഉപകാരമാവും, കുഞ്ഞുങ്ങൾക്കത് ഉപകാരമാവും. ആ സിറ്റി ബസ് ആവശ്യമാണ്. നിർത്തുന്നത് ഇതേപോലെ ഒരുപാട് റൂട്ടുകൾ ഇതേപോലെ കട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോലെ സാധുക്കൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ ബസ്സിനെ കുറിച്ച് ചേച്ചിക്ക് എന്തോ പറയാനുണ്ട്? അല്ല, 10 രൂപ വെച്ചതുകൊണ്ടാണ് ആ ബസ്സിന് നഷ്ടം. നല്ല സിറ്റി മൊത്തം കറങ്ങുമ്പോൾ 10 രൂപയേ ആവുന്നുള്ളൂ. പക്ഷേ ഈ ഫെയർ സ്റ്റേജ് വെച്ച് എടുക്കുകയാണെങ്കിൽ അത് ലാഭത്തിലോടും. അപ്പോൾ ചേച്ചി ഒരു ഐഡിയ കൂടി മന്ത്രിക്ക് നൽകുകയാണ്. ഒന്നുകൂടെ പറയൂ. ഫെയർ സ്റ്റേജ് വെച്ച് സാധാരണ ബസ് ഓടുന്നില്ല, ഫെയർ സ്റ്റേജ് വെച്ച് വണ്ടി ഒഴുകുകയാണെങ്കിൽ ലാഭത്തിലോടും. പക്ഷേ ഈ ബസ് ഈ 10 രൂപ കൊടുത്ത് പിന്നെ ഏത് റൂട്ടിലും പോകും, അതായത് ചെറിയ റോഡുകളിലൂടെയൊക്കെ പോകും. അപ്പോൾ അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം റോഡുകളിലൂടെ അല്ലല്ലോ പോകുന്നത്. അല്ല, ഈ സിറ്റി മൊത്തം പോകും, അത് ഇട റോഡുകളിലൂടെയും പോകും. അതെനിക്ക് വലിയ ചെറിയ ഒരു ഐഡിയ കുറവുണ്ട്. ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? മറ്റുള്ള സ്ഥലങ്ങളിലേക്കും കൂടെ ഇത് വ്യാപിപ്പിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സിറ്റി സർവീസായിട്ട് ഒരുപാട് ഇടവഴികളിലെല്ലാം നേരത്തെ ഉണ്ടായിരുന്നു. ഗണേഷ് കുമാർ മന്ത്രിയായിരുന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ വീടിനിടയിൽ കൂടെ ഇഷ്ടംപോലെ ബസ്സുണ്ടായിരുന്നു. ഇപ്പോൾ ആ പരിസരത്തുനിന്ന് ഒരു ബസ്സുമില്ല. ഉണ്ടായിരുന്ന ബസ്സുകളും കൂടെ റദ്ദാക്കിയിട്ടുണ്ട്. കൂടുതൽ ബസ്സുകൾ വേണമെന്നുള്ളതാണ് ഈ ബസ് വേണമെന്നുള്ളത്. അതാണ് എല്ലാ റോഡിലും സഞ്ചരിക്കാനുള്ള എളുപ്പം. അപ്പോൾ അതാണ് ഇവിടെ നമുക്ക് കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം രാവിലെ മുതൽ നമ്മൾ കണ്ടതാണ്, ഇവർ ഈ മന്ത്രി പറഞ്ഞതിനപ്പുറത്തേക്ക് ആളുകൾ എത്രത്തോളം ഈ ബസ്സിനെ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായത്. നമുക്ക് തൊട്ടിപ്പുറത്ത് ഇപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രിക് ബസ്സിലേക്ക് ആളുകൾ കയറുന്ന ദൃശ്യങ്ങളൊക്കെ കാണാം. അതായത് കൂടുതലായി ആളുകൾ എല്ലാ റോഡുകളിലൂടെയും ഒരു സിംഗിൾ റൂട്ടല്ല കവർ ചെയ്ത് വരുന്നത്. ഒരു റൂട്ടിലൂടെ കടന്നുപോയി മറ്റൊരു റൂട്ടിലൂടെ കറങ്ങി തിരിച്ചു വരുന്ന ഒരു രീതിയാണ് ഈ ഇലക്ട്രിക് ബസ്സിനുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതലായി ആളുകൾ ഈ ഇലക്ട്രിക് ബസ്സിനെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ മിഥുൻ സൂചിപ്പിച്ചതുപോലെ ഈ മെയിൻ റോഡുകളിലൂടെ മാത്രം ബസ്സുകൾ പോകുന്ന ഒരു സാഹചര്യമല്ല. ഇപ്പോൾ ഇട റോഡുകളിലൂടെ പോലും ഈ ബസ്സുകൾ പോകുന്നത് കൊണ്ട് ജോലിക്ക് പോകാനും സ്കൂളിൽ പോകാനും ഒക്കെ എല്ലാവരും ആശ്രയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഈ ബസ് നിർത്തരുത്, കൂടുതൽ ഇടങ്ങളിലേക്ക് കൂടുതൽ ബസ്സുകൾ വ്യാപിപ്പിക്കണമെന്നുള്ള ആവശ്യമാണ് ഈ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ഇവിടുത്തെ ആളുകളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാനാകുന്നത്. എൽദോ, ശരി.